ഹായ് ഗഡീസ്, ഡാക് ഡിവിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വെൽക്കം. അപ്പോൾ ഇന്നത്തെ ഇതേ വൈകുന്നേരം നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ബോധി ഗാർഡൻസിലേക്ക് കേട്ടോ. അപ്പോൾ അവിടേക്ക് വന്നേക്കാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ബോധി ഗാർഡൻസിലെ കാഴ്ചകളിലേക്ക് പോകും. ന്യൂഡൽഹിയിലെ നഗരമധ്യത്തിൽ തന്നെ ഏകദേശം 90 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു ഉദ്യാനമാണ് കേട്ടോ ലോധി ഗാർഡൻസ്. ഇതൊരു ഗാർഡൻ എന്നതിലുപരി തന്നെ 15-ാം നൂറ്റാണ്ടിലെ പല സ്മാരകങ്ങളും നിലകൊള്ളുന്ന ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. ദില്ലി സുൽത്താനിസത്തിലെ അവസാന കാലഘട്ടത്തിലുള്ള പലരുടെയും ശവകുടീരങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഏകദേശം വൈകുന്നേരമായി, അത്യാവശ്യം ഇരുട്ടായിട്ടുള്ള ടൈമായി. 6:30 ആയിട്ടുള്ളൂ, പക്ഷേ ഇത്തിരി ഇരുട്ടായിട്ടുണ്ട്. ഈ നേരമായപ്പോഴേക്ക് നല്ല തണവായി തുടങ്ങിയിട്ടാ, രക്ഷയില്ല. സെറ്റ് ക്ലൈമറ്റ്. ഇവിടെ അത് വലിയ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ട് നല്ല പുൽത്തകടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നടക്കാനായിട്ടുള്ള സ്പേസും പിന്നെ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല ഒരു അടിപൊളി ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് ചുറ്റത് കേട്ടോ, നല്ലോണം പുല്ലൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒട്ടുമിക്ക സ്ഥലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പുൽത്തകടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ ഗെയിമും കാര്യങ്ങളും പിന്നെ നടക്കുക, പിന്നെ എക്സസൈസ് ചെയ്യുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ചുറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ. പിന്നെ ഇവിടെ നടക്കാനുള്ള നല്ല നല്ല നടപ്പാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇരിക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെ കുറേ. മെയിനായിട്ട് എല്ലാവരും ഒരു സ്ട്രെസ് കുറയ്ക്കാനായിട്ട് എല്ലാവരും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു പ്ലേസാണ്. ഒട്ടുമിക്ക ഗാർഡനുകളിലുള്ള പോലെ തന്നെ ഒരു നൈസ് കുളം ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ ഒരു വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് പമ്പ് ചെയ്യുന്നൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. പിന്നുള്ളത് ഇതേമാതിരി കുറേ ഓപ്പൺ പ്ലേസുകളാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇങ്ങനെ ഓപ്പൺ പ്ലേസുകളാണ്. നല്ല പുൽത്തകടി, നല്ല അടിപൊളിയാണ് കാണാനായിട്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് കേട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ കുറേ ഒരുപാട് മരങ്ങളുണ്ടെന്ന് പറയണേ. മറ്റേ മരങ്ങളുടെ കൂട്ടങ്ങളും അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ ഇത് എന്തോ പാലയോ അങ്ങനെ എന്തോ സംഭവമാണ്. അതേപോലെ തന്നെ ഇതേപോലത്തെ മരക്കൂട്ടങ്ങളും പിന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാ മരങ്ങളും വ്യത്യസ്തമായ നല്ല ഇനങ്ങളിൽപ്പെട്ട മരങ്ങളാണ്. അപ്പോൾ ഗഡീസ്, നമ്മളിത് ഇപ്പോൾ ഉള്ളത് ലോധി ഗാർഡൻ്റെ ഏറ്റവും മനോഹരമായ പ്ലേസിലാണ്. ബേക്കിലാ ഗോപുരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്, കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വലിയൊരു ഇതാണ് മറ്റേ പുൽത്തകടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് സ്ഥലം, ഒന്നും പറയാനല്ലേ. എനിക്ക് തോന്നുന്നു പകലിൽ ഉള്ളൊരു വൈബിനേക്കാളും അടിപൊളിയെന്ന് തോന്നണം നൈറ്റ്. കാരണം ലൈറ്റും കാര്യങ്ങളും പിന്നെ ഇത് കേട്ട്, പിന്നെ പകൽ പിന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരു ഇതാണ്. പക്ഷെ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴികളിൽ. പക്ഷെ ഇങ്ങനെയുള്ള ഓപ്പൺ പ്ലേസുകളിൽ അത്ര ഇത് കിട്ടില്ല. ഇപ്പോഴാണ് വൈകുന്നേരമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സമയം എന്നാണ്. കുറേ പേരുണ്ട് കേട്ടോ, നല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ കാണുന്ന കൊട്ടാരം പോലെ ഇരിക്കുന്ന സംഭവങ്ങളൊന്നും കൊട്ടാരം അല്ല എന്നാണ് കേട്ടോ പറയണത്. ഇത് 15-ാം നൂറ്റാണ്ടിലൊക്കെ ഏകദേശം ജീവിച്ചിരുന്ന ആൾക്കാരുടെ ശവകുടീരങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ പിന്നെ കുറേ അടുത്തുള്ള ആൾക്കാർ എപ്പോഴും വന്നിട്ടുണ്ടെന്ന് തോന്നട്ടോ. കാരണം നടക്കാനിറങ്ങാനുള്ള ഇതിനൊക്കെ ആയിട്ട് കുറേ പേര് നടക്കണതും പിന്നെ എക്സസൈസ് ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. അതോടൊപ്പം തന്നെ ഇത് പള്ളികളുടെ ഭാഗമായിരുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. ശവകുടീരങ്ങളുടെ മുകളിൽ കൂടെ പള്ളി പണിത സംഭവങ്ങളാണ് ഇതൊക്കെ എന്നും പറയുന്നുണ്ട്. പല പല അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഓരോന്നിനും ഓരോ കുടീരങ്ങൾക്കും ഓരോ പേരുകളുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഫ്രണ്ടിൽ തന്നെ ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ മാപ്പും കാര്യങ്ങളൊക്കെ നടന്ന് കാണാനുള്ളതും ഉള്ളിലത്തെ സംഭവങ്ങളത്.
ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. യക്ഷിയോ നിൽക്കട ഒറ്റ മിനിറ്റോ. അപ്പോൾ ഗഡീസ് ഇത്രയും കാഴ്ചകളുണ്ടോ ഇവിടെ കാണാനുള്ളത്. ഇനിയുള്ളത് പിന്നെ ഇങ്ങനെ ഗാർഡനിൽ കൂടെ കുറേ നടക്കാനായിട്ട്. എന്തായാലും അടിപൊളിയാണ്. വന്ന് വൈകുന്നേരമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ഉണ്ട് ഡൽഹിയിൽ. അപ്പോൾ പകൽ വരാനായിട്ട് ഞമ്മ നോക്കിയതാണ്, പക്ഷെ നമ്മൾ കുറച്ച് കറക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എത്തിപ്പിക്കും നേരം വൈകി. അപ്പോൾ രാത്രി, പക്ഷേ എനിക്ക് തോന്നുന്നത് രാത്രിയത്തെ വൈബാണ് എല്ലാവരും പറയുന്നത് അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ. അപ്പോൾ അതേ ഇവിടുത്തെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ആക്കുക. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ഒരു ചിന്ന ബൈ ബൈ.